ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിന്റെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ ദേവയാനിക്ക് മനസ്സിലാകുന്നുണ്ട് താൻ അനാമികയ്ക്ക് കല്യാണത്തിന് ശേഷം സമ്മാനിച്ച 10 പവന്റെ മാല അനാമികയുടെ വീട്ടുകാർ തന്നെയാണ് എടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം. സത്യങ്ങളൊന്നും അറിയാതെ ദേവയാനി തന്നെയാണല്ലോ നയനയുടെ അച്ഛനെയും അമ്മയും പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിച്ചത്. അതുമാത്രമല്ല, അന്ന് തന്നെ ദേവയാനി നയനയുടെ മുഖത്ത് തല്ലുകയും ചെയ്തു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ദേവയാനിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്, കുറ്റബോധം തോന്നുകയാണ്. ഈ പ്രവൃത്തി ചെയ്തത് അനാമികയുടെ വീട്ടുകാരാണെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതിന് തക്കതായ ഒരു തെളിവുണ്ടാക്കിയേ പറ്റൂ, അതിന് കേസ് കൊടുത്തേ പറ്റൂ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ദേവയാനി വീണ്ടും കേസ് കൊടുക്കുന്നുണ്ട്. പോലീസാണെങ്കിലോ പ്രതികൾ അനാമികയുടെ അച്ഛനും അമ്മയുമാണെന്ന് കണ്ടെത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ദേവയാനിയുടെ ഒരു മാസ് എൻട്രി ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. എന്തായാലും ആ ഒരു കിഡിലൻ ട്വിസ്റ്റ് നിറഞ്ഞ ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമിക ഫോണിൽ എന്തോ നോക്കി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. ദേവയാനിയാണെങ്കിൽ അനാമികയുടെ മുൻപിൽ ചെന്ന് ചാടാതിരിക്കാൻ വഴിമാറിയൊക്കെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ദേവയാനിക്ക് അറിയാം അനാമികയുടെ മുൻപിലെത്തിയാൽ എന്തെങ്കിലും കുറ്റവും പരാതിയൊക്കെ പറഞ്ഞു നിൽക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ പറയുന്നുണ്ട്, ചേടാ ഇവൾ എവിടെ ഉണ്ടായിരുന്നു, കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഞാൻ മറുപടി കൊടുക്കേണ്ടി വരും. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഞാൻ തന്നെ വരുത്തി വെച്ചത് തന്നെയല്ലേ. ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് അനാമികയുടെ കണ്ണിൽ ദേവയാനി പെടുന്നത്. ദേവയാനിയെ കാണുന്നത് വല്യമ്മയെന്ന് നീട്ടി വിളിക്കുന്നുണ്ട് അനാമിക. വിളിച്ചു എന്തായാലും പെട്ടെന്നുള്ള മട്ടില് ദേവയാനി തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, മോൾ എവിടെ ഉണ്ടായിരുന്നോ? അപ്പോ അനാമിക ചോദിക്കും, വല്യമ്മ എന്നെ കണ്ടില്ലായിരുന്നോ? അയ്യോ ഇല്ല മോളെ, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. ഞാനേ റൂമിലോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് എന്റെ ഫോൺ എടുത്തില്ലെന്ന് ഓർമ്മ വന്നത്. അപ്പൊ പിന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങുകയായിരുന്നു. ആണോ, എങ്കിൽ പിന്നെ വല്യമ്മ പൊക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനാമിക. ഉടനെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല മോളുടെ മുഖത്തെന്താ ഒരു വിഷമം പോലെ? എങ്ങനെയാ വല്യമ്മ വിഷമം വരാതിരിക്കുക? അങ്ങനെയുള്ള കാഴ്ചകളല്ലേ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ കാണുമ്പോഴേ എനിക്ക് വിഷമിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ദേവയാനി ചോദിക്കും, അയ്യോ അതിന് മാത്രം എന്താ മോളെ ഉണ്ടായത്? അനാമിക പറയും, വല്യമ്മേ ഇതൊന്ന് നോക്കിക്കേ. വല്യമ്മയും ഇത് കണ്ടു കാണുമല്ലോ, ലക്ഷങ്ങൾ വില വരുന്ന മാലയാണ് നയനയുടെ കഴുത്തിൽ കിടക്കുന്നത്. ഉടനെ ദേവയാനിയും പറയുന്നുണ്ട്, ഇത് ഞാൻ കണ്ടു മോളെ, പക്ഷെ ഞാൻ എന്തു ചെയ്യാനാ? ആദർശനെ ഇപ്പൊ അവളെ വലിയ കാര്യമാ. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെ അവളും അവളുടെ വീട്ടുകാരും ഒക്കെ കൂടിയിട്ട് അവനെ നന്നായിട്ട് മയക്കി വെച്ചിരിക്കുക. ഇപ്പൊ അവള് വലിയ കാര്യമായതുകൊണ്ട് അവൾ അത് നന്നായിട്ട് മുതലെടുക്കുന്നുമുണ്ട്. ആ മുതലെടുപ്പുകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. എന്തായാലും അനാമിക വീണ്ടും പറയുന്നുണ്ട്, വല്യമ്മേ ആദർശേട്ടന്റെ പോക്ക് ഇപ്പൊ ഒട്ടും ശരിയല്ല. ഇപ്പൊ തന്നെ 4-5 ലക്ഷം രൂപയുടെ വില വരുന്ന ഒരൊറ്റ നെക്ലേസ് ആണ് വാങ്ങി കൊടുത്തിരിക്കുന്നത്. അതിന് മാത്രം എന്ത് അർഹതയാണ് അവൾക്കുള്ളത്? മൂർത്തീസ് ജ്വല്ലറിയിലെ വേറൊരു സ്റ്റാഫാണ് ഇതുപോലെ ഡിസൈൻ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വിലപിടിപ്പുള്ള മാല അവർക്ക് കൊടുക്കുവോ? ഇല്ലല്ലോ. അപ്പോഴേ ഇതൊക്കെ മനഃപൂർവ്വം എന്നെ കാണിക്കാൻ വേണ്ടി ആദർശേട്ടനെ കൊണ്ട് ഇവന്മാരൊക്കെ ചെയ്യിപ്പിക്കുന്നതാ. അതേസമയം ദേവയാനി മനസ്സിൽ കരുതുന്നുണ്ട്, എന്റെ മരുമകൾക്ക് ഇതൊന്നും കൊടുത്താൽ പോരാ, അത്രമാത്രം കോടികളാ അവളുടെ ഒരു ഡിസൈൻ കൊണ്ട് മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടുന്നത്. ഇതൊന്നും ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അസൂയയും കുശുമ്പയും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. പിന്നീട് അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ ആദർശേട്ടന് ചേർന്ന ഒരു ബന്ധമല്ല ഈ നയന. വല്യമ്മയ്ക്കും അവളെ ഇഷ്ടമല്ലല്ലോ, എങ്കിൽ പിന്നെ ആദർശേട്ടനെ അവളും തമ്മിൽ തല്ലി പിരിച്ചുകൂടെ? അതിനെന്ത് വഴി വേണമെന്നാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. ദേവയാനിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് അത്ര രസിക്കുന്നില്ല. എങ്കിലും അനാമികയോട് ചൂടാവണ്ടല്ലോ എന്ന് കരുതി സഹിച്ചു നിൽക്കുകയാണ്. ദേവയാനിയുടെ മൗനം കാണുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, വല്യമ്മ എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ, എന്താ ഒന്നും പറയാതിരിക്കുന്നത്? അപ്പൊ ദേവയാനി പറയും, അല്ല മോളെ, ഇതൊക്കെ എങ്ങനെയാ നടക്കുക എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എന്ത് വഴിയുണ്ടെങ്കിലും ഞാൻ മോളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ടാവും. കാരണം എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറി കിട്ടേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. ശരി വല്യമ്മേ, എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വല്യമ്മയോട് കൂടെ പറഞ്ഞിരിക്കും. ഇതും പറഞ്ഞ് അനാമിക അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്തും ദേവയാനി മനസ്സിൽ കരുതുന്നത് എങ്ങനെയാണ്, നീയൊക്കെ നിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചോ. നീയൊക്കെ പുറത്തു പോയാലും എന്റെ മരുമകൾ ഒരിക്കലും ഈ വീടിന്റെ പുറത്തു പോകില്ല. ഇവളുടെയൊക്കെ മനസ്സ് നിറയെ വിഷമാണ്. സ്വർണത്തോടും പണത്തോടുമുള്ള ആർത്തി മാത്രമേ ഉള്ളൂ ഇവൾക്കൊക്കെ. ഇതിനെയൊക്കെ തിരിച്ചറിയാൻ ഞാൻ ഇത്രയും സമയമെടുത്തല്ലോ ഈശ്വര. എന്റെ മരുമകളെ നിനക്ക് പുറത്താക്കണോ അല്ലേടി? നിന്നെ ഞാൻ ശരിക്കും പുറത്താക്കി തരാം. ഇന്നത്തോടുകൂടി നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. നിനക്ക് തന്ന ആ 10 പവന്റെ കേസ് ഞാൻ വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും നീയും നിന്റെ അച്ഛനും അമ്മയും ഇനി ഞങ്ങളെ കബളിപ്പിക്കണ്ട. ഇന്ന് എന്തായാലും സത്യത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് തെളിയും. ഇനി ഇവളുടെ വീട്ടുകാരോ ആണോ അത് എടുത്തതെങ്കിൽ
ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. അങ്ങനെയെല്ലാം മനസ്സിൽ പകയോടെ ചിന്തിക്കുകയാണ് കേട്ടോ ദേവയാനി. അതിനുശേഷം കാണിക്കുന്നത് ദേവയാനി പുറത്തേക്ക് പോകാനായി ഒരുങ്ങി നിൽക്കുകയാണ്, റെഡിയായി നിൽക്കുകയാണ്. അത് കാണുന്ന ജയൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇയാൾ ഇത് എങ്ങോട്ടാ? ആ ജയേട്ടൻ, ഞാനത് പറയാൻ വിട്ടു. എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ജയേട്ടൻ വരണ്ട കേട്ടോ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്ക് പിടിച്ച് നടക്കുകയല്ലേ. തൽക്കാലം ഞാൻ പോയിക്കോളാം. ശരിയെന്ന് പറയുന്നുണ്ട് ജയനും. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം, ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിച്ചോളണം എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ജയേട്ടാ. ജയൻ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ജയൻ അവിടുന്ന് പോയതും അതിന്റെ പിന്നാലെ തന്നെ ദേവയാനിയും അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ദേവയാനി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ദേവയാനിയെ കണ്ടപാടെ ചെയറിലോട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ പോലീസ്. SIയോടായിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്തിനാ സാർ എന്നെ വിളിപ്പിച്ചത്? അപ്പൊ SI പറയാണ്, അത് പിന്നെ മാഡം കഴിഞ്ഞ ആഴ്ച ഒരു പരാതി തന്നിരുന്നല്ലോ. അതെ തന്നിരുന്നു, അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകും എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അതിന്റെ കാര്യം പറയാൻ തന്നെയാണ് മാഡത്തിനെ ഞാൻ വിളിപ്പിച്ചത്. ഉടനെ ദേവയാനി ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്, പ്രതിയെ കണ്ടുപിടിച്ചോന്ന്? പിന്നെ പ്രതിയെ കണ്ടെത്താതിരിക്കുക മാഡം, ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ പ്രതിയെ പിടികൂടിയിട്ടില്ലെന്നും അറിയിക്കുന്നുണ്ട് കേട്ടോ SI. അത് കേൾക്കുന്നതിന് ദേവയാനി ചോദിക്കുന്നുണ്ട്, പ്രതിയെ കണ്ടെത്തിയെങ്കിൽ പിന്നെ എന്താ പിടികൂടാത്തത്? അത് പിന്നെ മാഡം, അതേക്കുറിച്ച് അറിയാനും കൂടെയാണ് ഞാൻ മാഡത്തിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. മാഡം, ഞങ്ങൾക്ക് ഇതിലൊരു ആക്ഷൻ എടുക്കണമെങ്കിൽ മാഡത്തിന്റെ അംഗീകാരം കൂടെ കിട്ടിയേ പറ്റൂ. അംഗീകാരോ? എന്തിനെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ, അതെ മാഡം, നിങ്ങളുടെ അനുമതി കിട്ടിയാലേ ഞങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളൊക്കെ വലിയ തലപ്പത്തിരിക്കുന്നവരാ. നിങ്ങൾ വിചാരിച്ച ഞങ്ങളുടെ തൊപ്പി തെറിക്കാനും സാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എടിപിടി ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ആലോചിക്കണമല്ലോ. ദേവയാനിക്ക് കാര്യം മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാ സാർ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ SI പറയും, അത് മാഡത്തിന്റെ ഒരു റിലേറ്റീവ് തന്നെയാണ് ഈ മോഷണം ചെയ്തിരിക്കുന്നത്. അതും അടുത്ത റിലേറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ മാഡത്തിനോട് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാന്ന് കരുതിയത്. അപ്പൊ ദേവയാനി ചോദിക്കും, റിലേറ്റീവോ? ആരാണ് ആ റിലേറ്റീവ്? ഇനിയിപ്പോ റിലേറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അവർക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. അപ്പൊ SIയും പറയുന്നുണ്ട്, അതൊക്കെ ചെയ്യാൻ മാഡം ആദ്യം ഒന്ന് മൂളിയാൽ മാത്രം മതി. തുടർന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്, ആരാണ് അത് ചെയ്തതെന്ന്? അനന്തപുരിയിലെ ഇളയ മരുമകളുടെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് SI. മാത്രമല്ല ഈ ഒരു പദ്ധതി നടത്തിയത് ആ കുട്ടിയുടെ അറിവോടുകൂടിയും കൂടെയാണെന്ന് SI കൂട്ടിച്ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പെട്ടെന്ന് അവിടുത്തെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകാൻ അവർക്കൊരിക്കലും പറ്റില്ല. അതുകൊണ്ട് അനന്തപുരിയിലുള്ള ആരോ തന്നെയാണ് അവരെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളത് 100% ഉറപ്പാ. സഹായിക്കാൻ സാധ്യത അവരുടെ മകള് തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ കാര്യങ്ങളെല്ലാം SIയിൽ നിന്ന് അറിയുന്ന ദേവയാനി, അപ്പോ ഞാൻ മനസ്സിൽ കരുതിയിരുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് SIയോടായിട്ട് ചോദിക്കുന്നുണ്ട്. അതെ മാഡം സംശയം പറഞ്ഞ ആളെ തന്നെയാണ് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചത്. അതുകൊണ്ട് അന്വേഷണം കൂടുതൽ നീണ്ടും പോയില്ല, പെട്ടെന്ന് തന്നെ പ്രതികളിലോട്ട് എത്തി. പിന്നെ മാഡം, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാഡം അന്വേഷിച്ചിരുന്നു? എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി സിറ്റുവേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ലെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ദേവയാനി. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നതും, അത് പിന്നെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് മാഡം. ഈ വേണു എന്ന് പറയുന്ന ആള് ഒരുപാട് കടം പേറി നിൽക്കുന്ന ഒരു വ്യക്തിയാ. അയാൾ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ പണം തട്ടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുമുണ്ട്. മാത്രമല്ല അതൊന്നും അയാൾ തിരികെ കൊടുത്തിട്ടുമില്ല. എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ അനന്തപുരിയിൽ കെട്ടിവെച്ചത് ഒരു വമ്പൻ ചതിയായിട്ടാണ്. ഇതെല്ലാം അറിയുന്നതും ദേവയാനി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോ അയാൾ പണക്കാരനല്ലേ? അയാള് വലിയ ബുക്ക് സ്റ്റാളിന്റെ ഉടമയാണെന്നൊക്കെ പറഞ്ഞതോ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുന്നത് കേട്ട്, ഒരിക്കലും അല്ല മാഡം. അയാൾക്ക് പ്രത്യേകിച്ച് പറയത്തക്ക ജോലിയൊന്നുമില്ല. ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് പല കള്ളങ്ങളും പറഞ്ഞ് പണം തട്ടിയെടുക്കുക. അങ്ങനെയാണ് അയാളും അയാളുടെ കുടുംബവും ജീവിക്കുന്നത്. ഇപ്പൊ പിന്നെ അനന്തപുരിയെ ഒറ്റിയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. തുടർന്ന് SI ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ കള്ളം കാണിച്ച് അവർക്കെതിരെ ആക്ഷൻ എടുക്കണ്ടേ എന്ന്? ആദ്യം പോയി ഞാൻ അവരെ ഒന്ന് കാണട്ടെ, എന്നിട്ട് അവളുടെ നാണം കെട്ട അച്ഛനെ ഈ പോലീസ് സ്റ്റേഷനിൽ കയറ്റണം. അവര് കാരണം അനന്തപുരിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയൂ. അതുകൊണ്ട് സർ, എന്റെ കൂടെ അവരുടെ വീട് വരെ ഒന്ന് വരാന്ന് പറയുന്നുണ്ട് SI. അതോടൊപ്പം ദേവയാനി പറയുന്നുണ്ട്, തൽക്കാലം അവരുടെ പേരില് കേസൊന്നും എടുക്കണ്ട. അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ അനുമോന്റെ ജീവിതം തകർന്നത് എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് ദേവയാനി. അതോടൊപ്പം SI അറിയിക്കുന്നുണ്ട്, ഈ കേസിന്റെ ഭാഗമായിട്ട് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഉപേന്ദ്രനില്ലേ, അയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാഡത്തിന്റെ 10 പവൻ സ്വർണവും ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൂടെ എടുത്തോളാൻ പറയുന്നുണ്ട് ദേവയാനി. അങ്ങനെ ദേവയാനി പോലീസുകാർക്കൊപ്പം വേണുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വേണുവിന്റെ രേവതിയാണെങ്കിൽ ഈ സമയം കാര്യങ്ങളൊന്നും അറിയാതെ അവര് TVയും കണ്ട് സന്തോഷിച്ചങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് വണ്ടിയുടെ ഒച്ച വെക്കുമ്പോ വേണു പറയുന്നുണ്ട്, രേവതി, ഒരു വണ്ടിയുടെ ഒച്ചയല്ലേ കേൾക്കുന്നത്? ആരാ വന്നിരിക്കുന്നത് നോക്കി? വല്ല കടക്കാരോ മറ്റോ ആണെങ്കിലേ
ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഈ നിന്റെ മോള് വല്ലതും തന്നാലേ ഈ കടമൊക്കെ ഒന്ന് വീട്ടാൻ പറ്റൂ. രേവതി പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ ആരാ വന്നതെന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് രേവതി പതിയെ ജനലിലൂടെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് കുറെ പോലീസുകാര് വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് കാണുന്നത്. പേടിച്ചു പോകുന്നുണ്ട് രേവതി. അയ്യോന്ന് വിളിച്ച് നെഞ്ചത്ത് കയ്യും വെച്ചുകൊണ്ട് രേവതി വേണുവിന്റെ അടുത്ത് ചെന്നിട്ട് ദേ പോലീസ് വന്നിരിക്കുന്നുവെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത്. അയ്യോ പോലീസോ? അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വേണു പറയുമ്പോ, അറിയില്ല വേണു കേട്ടാ, എന്തായാലും നമുക്ക് എവിടെയെങ്കിലും പോയി വിളിക്കാം. ഇനി കടം കൊടുക്കാനുള്ളവരാരെങ്കിലും കേസ് കൊടുത്ത് കാണുമോ? ചേടാ ഇത് വലിയ കഷ്ടമായി പോയല്ലോ എന്നൊക്കെ അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. വേണുവും രേവതിയാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആകെ പരിഭ്രമിച്ചു പോകുന്നു. അതേസമയം വേണുവും രേവതിയോടായിട്ട് നമുക്ക് നമ്മുടെ മോളെ എന്ന് വിളിച്ചാലും അവൾ ഇടപെട്ടാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാവുമല്ലോ, മോളിപ്പോ വലിയ വീട്ടിലെ കുട്ടിയല്ലേ. രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേ മനുഷ്യ എന്റെ വായിൽ നിന്ന് വെറുതെ കേൾപ്പിക്കരുത് എന്നൊക്കെ പറയാണ്. കോളിംഗ് ബെല്ലാണെങ്കിൽ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം നിങ്ങളൊന്ന് പോയി തുറന്നു നോക്കാൻ രേവതി വേണുവിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഉന്തി തള്ളി വിടുന്നുണ്ട് വേണുവിനെ. വേണു ആണെങ്കിലും എങ്ങനെയൊക്കെയോ പോയി ഡോറ് ചെന്ന് തുറന്നു കൊടുക്കുന്നുണ്ട്. അതാ പോലീസ് മുമ്പിൽ തന്നെ നിൽക്കുന്നു. എന്നിട്ട് SI ചോദിക്കുകയാണ്, എന്താണോ ഡോറ് തുറക്കാൻ ഒരു താമസം, എന്തായാലും ഒളിപ്പിച്ചു വെക്കുമായിരുന്നോ? അപ്പൊ വേണു താഴ്മയോട് പറയും, അയ്യോ സാറന്മാരെന്താ ഇവിടെ, എന്താ ഞങ്ങൾക്കിങ്ങോട്ട് വന്നൂടെ? അതെ നിന്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ SI പറയുന്നത് കേട്ട് രേവതി അവിടെ നിന്ന് ഓടി വന്നിട്ട്, അയ്യോ ഞങ്ങളുടെ പേരിൽ പരാതിയോ? വേണുവേട്ടിന്റെ പേരിൽ എന്ത് പരാതിയോ സാറേ എന്ന് ചോദിക്കുമ്പോ, വേണുവിന്റെ പേരിൽ മാത്രമല്ല നിന്റെ പേരിലും ഉണ്ടടി കൂട്ടുപ്രതി ആയതിനുള്ള കേസ്. പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ രേവതിയും വേണു ആകെ. അവസാനം കോൺസ്റ്റബിളിനോടായിട്ട് ആ സ്വർണ്ണപ്പെട്ടി എടുക്കാൻ SI പറയുന്നുണ്ട്. എന്നിട്ട് അത് കാണിച്ചു കൊടുത്തിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ദേ ഈ സ്വർണ്ണപ്പെട്ടി നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടോ? ആ സമയത്താണ് രേവതി ആ സ്വർണത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത്. ഈശ്വര, ഇത് നമ്മൾ ഉപേന്ദ്രന് കൊടുത്ത സ്വർണം തന്നെയല്ലേ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് രേവതി. SI ചോദിക്കുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായോ നിനക്കത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന്? എന്നാൽ രേവതിയും വേണുവും കൈമലർത്തുകയാണ്. അയ്യോ സാറേ, ഞങ്ങൾ ഇങ്ങനെ ഒരു മാല കണ്ടിട്ട് പോലുമില്ല. അല്ലേലും ഞങ്ങൾക്ക് എന്തിനാ ഇത്രയും വലിയ മാല? ഞങ്ങൾക്കിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ മകളെ അനന്തപുരിയിലേക്കാണ് വിവാഹം കഴിപ്പിച്ച് അയച്ചത്. എന്നാൽ SI നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. അനന്തപുരിയിലേക്ക് നിന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് ഏൽപ്പിച്ചെന്ന് കരുതി ഞാൻ എന്ത് വേണം? ഇതേ അനന്തപുരിയിലെ സ്വർണ്ണമാലയാ. നിങ്ങളും നിങ്ങളുടെ മകളും കൂടി മോഷ്ടിച്ചെടുത്ത മാല. ഇത്രയും കേട്ടിട്ടും വേണു നിരപരാധി ചമഞ്ഞുകൊണ്ട് പറയാണ്, അയ്യോ സാറേ, സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇവര് കുറ്റം സമ്മതിക്കുന്നില്ലെന്ന് കാണുന്ന SI പിന്നീട് ഉപേന്ദ്രനെ വിളിച്ചോണ്ട് വരികയാണ്. ഉപേന്ദ്രനെ കണ്ട പാടെ തന്നെ വേണുവിന്റെ കണ്ണ് തള്ളി പുറത്തേക്ക് വരുന്നുണ്ട്. ഉപേന്ദ്രൻ പറയുന്നുണ്ട് വേണുവിനോട്, എടാ വേണു, എന്നെ നിനക്ക് അറിയില്ലേ? നീ എന്റെ കയ്യിൽ നിന്ന് എത്രത്തോളം കാശാടാ വാങ്ങിച്ചത്? എന്നെ വിടാൻ പറയടാ. ഉപേന്ദ്രനെ വരെ കൊണ്ടുവന്നിട്ടും വേണു അപ്പോഴും തികഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്കിവനെ അറിയത്ത് പോലും ഇല്ലെന്ന്. ഇത്രയൊക്കെ ആയിട്ടും വേണുവിന്റെ എവിടെയും സത്യം പറയാതെ നിൽക്കുന്ന കാണുമ്പോ SIക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. SI ശരിക്കും വരട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കുലുക്കല്ലെന്ന് മനസ്സിലാക്കുമ്പോ SI ആണെങ്കിൽ വേണുവിന്റെ വയറിനിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും കേൾക്കുന്നുണ്ട്. അവസാനം വേണു, അയ്യോ സാറേ തല്ലല്ലേ, ഞാൻ സത്യങ്ങളെല്ലാം പറയാം. രേവതിയും വിടുന്നില്ല. ലേഡി കോൺസ്റ്റബിൾസ് നന്നായി പെരുമാറുന്നുണ്ട് രേവതിയെ. അങ്ങനെ ഒടുവിൽ പേടിച്ചു പോകുന്ന രേവതിയും വേണുവും ഒടുവിൽ പറയുന്നുണ്ട് ഈ സ്വർണ്ണമാല അനന്തപുരിയിൽ നിന്ന് എടുത്തതാണെന്ന്. പക്ഷെ അപ്പോഴും അവര് മോഷ്ടിച്ചു എന്ന് പറയാൻ തയ്യാറല്ല. വേറൊരു നമ്പർ ഇറക്കുകയാണ്. ഈ മാലയുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോള് തന്നതാ. രേവതിക്ക് ഈ മാല ഒരുപാട് ഇഷ്ടമായി. അപ്പൊ പിന്നെ എന്റെ മോളൊന്ന് ഇടാൻ കൊടുത്തതായിരുന്നു. എന്നാൽ അതൊന്നും SI വിശ്വസിക്കുന്നില്ല. നിന്റെ ഭാര്യയ്ക്ക് ഈ മാല ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഇത് കൊണ്ടുപോയി വിറ്റത്? എത്ര പേർക്കാടാ നീ കടം കൊടുക്കാനുള്ളത്? കള്ളങ്ങൾ പറഞ്ഞ് നിന്റെ മോളെ നീ ചതിച്ചു അല്ലേടാ. എന്തായാലും കൊള്ളാം നിന്റെ കുരുട്ടുപുന്തി. അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് ദേവയാനി മാസ് എൻട്രിയുമായിട്ട് വരുന്നത്. നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരാളെയും കൂടെ ഞാൻ കാണിച്ചു തരാം എന്ന് SI പറയുമ്പോഴത്തേക്കും ദേവയാനി അവരുടെ മുമ്പിലേക്ക് അങ്ങോട്ട് വരികയാണ്. ദേവയാനിയെ കാണുന്നതും രേവതിയും വേണുവും ഒക്കെ കിടുകിടാ വിറയ്ക്കുന്നുണ്ട്. ആകെ ചമ്മി നാറിയ പോലെ ആവുകയാണ് രണ്ടുപേരും. കാരണം കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ദേവയാനി എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളാണല്ലേ മകളെ നല്ലത് പഠിപ്പിച്ച അച്ഛനും അമ്മയും. നിങ്ങളുടെ തലയിലെ കുറച്ചെങ്കിലും ആൾതാമസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മകൾ ഇത്രയും മോശം പ്രവൃത്തികൾ ചെയ്യില്ലായിരുന്നു. നിങ്ങളാണിത് ചെയ്തതെന്ന് ഞാൻ ഒരിക്കൽ പോലും വിശ്വസിച്ചിരുന്നില്ല. നിങ്ങളൊക്കെ കാരണം അവസാനം ഞാൻ എന്റെ മരുമകളുടെ കവിളത്ത് പോലും തല്ലി. രേവതിയാണെങ്കിൽ വീണ്ടും ഒരു കള്ളം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് പിന്നെ ദേവേച്ചി ഇവര് ചോദിച്ചപ്പോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ എന്നൊക്കെ രേവതി പറയുന്നതും അടുത്ത് നിൽക്കുന്ന പോലീസുകാരിയാണെങ്കിലോ രേവതിയുടെ ചെകിടത്ത് നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട്. അതുകൂടെ കിട്ടുമ്പോഴത്തേക്കും ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ അവർ സമ്മതിക്കുന്നു. ശേഷം ദേവയാനി പറയാണ്, നാണോ ഇല്ലല്ലോ, പണത്തിന് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിലേ അത് അന്തസ്സായിട്ട് ചോദിച്ചു മേടിക്കണം, അല്ലാതെ മറ്റുള്ളവരുടേന്ന് കൈയിട്ട് വാരുകയല്ല ചെയ്യേണ്ടത്.
ഏതായാലും നയനയുടെ അച്ഛനെയും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിച്ചതിന് നിങ്ങളും കുറച്ചു ദിവസം ഇനി സ്റ്റേഷനിൽ കിടന്നോ. അവർക്കുണ്ടായ അപമാനം നിങ്ങളും അറിയണം. പിന്നെ ഇക്കാര്യം ഞാൻ തൽക്കാലം അനന്തപുരിയിലുള്ള ആരെയും അറിയിക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ അനിമോന്റെ ജീവിതം തകരുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല. ഇനി മേലാൽ ഓരോ ഉപദേശവുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മോളെ കാണാൻ അനന്തപുരിയിലേക്ക് വന്നു പോരുത്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മോളുമായിട്ട് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അനിയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു തരേണ്ടിയും വരും. അത് വേണോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ, അയ്യോ മാഡം, ചതിക്കരുതെന്നോ? ഞാൻ ആരെ ചതിച്ചു? നിങ്ങളുടെ മോൾ അനിയെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഏതായാലും കുറച്ചു ദിവസം സ്റ്റേഷനിൽ കിടക്ക് എന്ന അർത്ഥം മുറിച്ചുകൊണ്ട് ദേവയാനി പറയുന്നുണ്ട്. രേവതിയും വേണുവാണെങ്കിലും തൊഴുകയോടെ ഞങ്ങളോട് ഇത്തിരി കരുണ കാണിക്കാൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മുഖവില കിടക്കാതെ ദേവയാനി അവിടുന്ന് പോവുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വേണുവിനും രേവതിക്കും നല്ലൊരു 8ന്റെ പണി തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇതുപോലുള്ള കിഡിലെ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്